ആ അപ്പൊ സെക്ഷൻ 58 ആണ്. അപ്പം നാളെ ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർഗേജസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സെക്ഷൻ 58 എന്തൊക്കെയാ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് ആദ്യം എഴുതണം. അപ്പൊ എന്താണ് മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറഞ്ഞത്? പറഞ്ഞോടെ എന്താ പറഞ്ഞത്? ആ ആ ഓക്കെ. അതെ അതെ ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് പാർഷ്യലി കറക്റ്റ്. അത് നമുക്കത് നോക്കാം. അപ്പൊ ഇതിവിടെ കണ്ടോ, ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് മോർഗേജ് ഈസ് ട്രാൻസ്ഫർ ഓഫ് എൻ ഇൻട്രസ്റ്റ് ഇൻ എ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ. അപ്പൊ നിങ്ങളത് പറഞ്ഞു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു, അത് കറക്റ്റ് ആണ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡീലിംഗ് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കടം മേടിക്കുകയാണ്, ഒരു ലോൺ എടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് എന്റെ ഏതെങ്കിലും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, എനിക്കൊരു വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എനിക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ ആ ബിസിനസ്സും അതിന്റെ പ്രെമിസസും അതിന്റെ ഓഫീസസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് മോർഗേജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണോ നിങ്ങൾക്ക് മോർഗേജ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ഡീഡിൽ ഉണ്ടായിരിക്കണം. സ്പെസിഫിക് ആയിരിക്കണം, ആംബിഗ്വസ് ആയിരിക്കണം. അതുകൊണ്ടാണ് സ്പെസിഫിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് ഇൻട്രസ്റ്റ്? അതാണ് നിങ്ങൾ ചോദിച്ചത്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതും. ഈ മോർഗേജ് എന്ന് പറയുന്നത് സെയിലല്ല. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ലോൺ മേടിച്ചിട്ട് എന്റെ വീട് നിങ്ങൾക്ക് മോർഗേജ് വെക്കുമ്പോൾ, അതായത് പണയം വെക്കുന്ന സമയത്ത് എന്റെ ഓണർഷിപ്പ് ഒന്നും അല്ല ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതും അത് എന്താന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർഗേജസ് വരുന്നത്. അവിടെയാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. മനസ്സിലായില്ല? ഒരു ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, നിങ്ങൾ അതിന്റെ ഓണർ ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? യു ഹാവ് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ്, യു ഹാവ് എ ബണ്ടിൽ ഓഫ് ഇൻട്രസ്റ്റ് that you have got with that mobile phone. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ടൈറ്റിൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു റൈറ്റ് ആണ്. നിങ്ങൾ അതിന്റെ ഓണറെ. ഞാനൊന്ന് പറയട്ടെ. അതിന്റെ ടൈറ്റിൽ നിങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളത്, അതായത് നിങ്ങൾ അതിന്റെ ഓണറാണ് എന്നുള്ളത് ഒരു അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ടൈറ്റിലുണ്ട്. രണ്ടാമത് ആ മൊബൈൽ ഫോൺ നിങ്ങൾക്കിപ്പം എന്താ പറയാ, ജിമീറ്റ് വഴി ലോഗിൻ ചെയ്യാനും ഈ ക്ലാസ് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാനും എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മൊബൈൽ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ യൂസ് കൊണ്ട് നിങ്ങൾ അതിനുള്ള എൻജോയ്മെന്റ്സും അതിന്റെ ബെനിഫിറ്റ്സും നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓണർ ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് റൈറ്റ് ഓഫ് പൊസഷൻ ഉണ്ട്. കാരണം എന്താ? നിങ്ങൾ ഓണറാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആ ഫോൺ എടുത്ത് വേണേൽ തറയിലേക്ക് എറിയാം. കാരണം അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളൊരു ഓണറാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ടൈറ്റിലുണ്ട്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് പ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് ഡിസ്ട്രോയ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം പല പല ഇൻട്രസ്റ്റുകളാണ്. അതായത് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ടൈറ്റിലല്ല, യൂസ് ആൻഡ് എൻജോയ്മെന്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളടുത്ത് ഞാൻ 1 ലക്ഷം രൂപ ലോൺ മേടിച്ച് ഞാൻ നിങ്ങൾക്ക് എന്റെ പറമ്പ് ഞാൻ നിങ്ങൾക്ക് യൂസ് ആൻഡ് എൻജോയ്മെന്റിനുള്ള ഇൻട്രസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിൽഡിംഗ് പണിയാം, ഒരു ഓഫീസ് പണിയാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. പൊസഷനും യൂസ് ആൻഡ് എൻജോയ്മെന്റും നിങ്ങൾക്കത് നശിപ്പിക്കാനുള്ള റൈറ്റ് ഇല്ല. നിങ്ങൾക്ക് അതിന്റെ ടൈറ്റിൽ ഞാൻ പാസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ അതിന്റെ ഓണർ ആവുന്നില്ല. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ആൻ ഇൻട്രസ്റ്റ്. ദാറ്റ് ഡിപ്പെൻഡ്. യൂസ് ഫാക്ടറി മോർഗേജിൽ അത് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഞാൻ 50 വർഷത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു യൂസ് ഫാക്ടറി മോർഗേജ് എഴുതി തരികയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് 2 കോടി രൂപ കടം മേടിച്ചു. എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് ഇവിടെ എന്താ പറയുക, വെള്ളിമാട് കുന്ന് കുറച്ച് ഒരു പറമ്പുണ്ട്. ആ പറമ്പ് ഞാൻ നിങ്ങൾക്ക് 50 വർഷത്തേക്ക് എഴുതി തരികയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ട അവിടെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അവിടെ ഒരു ബിൽഡിംഗ് പണിയാം, എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു തരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിന്റെ ഇതെന്നുള്ളത് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ മോർഗേജസ് ആൻഡ് ദ മോർഗേജീസ് അണ്ടർ യൂസ് ഫാക്ടറി മോർഗേജ് ഈ ആക്ടിൽ പറയുന്നുണ്ട്. മനസ്സിലായില്ല? എന്ത് വേണമെങ്കിൽ അത്. പക്ഷെ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അതിന്റെ ഓണർ അല്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ല, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. കാരണം സെയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റിൽ വേണ്ടേ അതിന്റെ. അപ്പൊ ടൈറ്റിൽ നിങ്ങൾക്ക്, അതാണ് ഈ ഇൻട്രസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം.
മനസ്സിലായി? നിങ്ങൾക്ക് ഓണർഷിപ്പ് അല്ല ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻസ് ഓൺ വിച്ച് ടൈപ്പ് ഓഫ് മോർഗേജ് യു ആർ ടോക്കിംഗ് അബൌട്ട്. സിമ്പിൾ മോർഗേജിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഭവമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ വേറൊരു സംഭവമായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. യൂസ് ഫാക്ടറി മോർഗേജ്, അതുകൊണ്ടാണ് പല തരത്തിലുള്ള ആറ് മോർഗേജസിന്റെ അകത്ത് പറയുന്നുണ്ട്. ഇത് പലതിലും ട്രാൻസ്ഫർ ചെയ്യുന്നത് പല പല ഇൻട്രസ്റ്റുകളാണ്. അതാണ് ഈ ഇൻട്രസ്റ്റ് എന്നുള്ള വാക്കിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ്, അപ്പൊ ദാറ്റ് ഇസ് വൈ ട്രാൻസ്ഫർ ഓഫ് എൻ ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി. ഇനി പേർപ്പസ്, വാട്ട് ഈസ് ദ ഒബ്ജക്ട് ഓഫ് സച്ച് എ ട്രാൻസ്ഫർ എന്നുള്ളതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ പേർപ്പസ് ഓഫ് സെക്യൂറിംഗ് ദ പേയ്മെന്റ് ഓഫ് ലോൺ, മണി അഡ്വാൻസ്ഡ് ഓർ ടു ബി അഡ്വാൻസ്ഡ് ബൈ വേ ഓഫ് ലോൺ. അപ്പൊ ഒന്നുകിൽ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ അടുത്ത മാസം തരാന്ന് പറയും. അതുകൊണ്ടാണ് ടു ബി അഡ്വാൻസ്ഡ് ബൈ വേ ഓഫ് ലോൺ എഴുതിയിരിക്കുന്നത്. പിന്നെ എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ ഡെറ്റ്. ഓൾറെഡി ഞാൻ നിങ്ങൾ തമ്മിൽ ഒരു കടമുണ്ട്, ആ കടത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് പറയാം അടുത്ത മാസം 1-ാം തീയതി നിങ്ങൾ എനിക്ക് 1 കോടി രൂപ തരും, ഞാൻ എന്റെ വീട് നിങ്ങൾക്ക് ഇപ്പോഴേ മോർഗേജ് ചെയ്ത് തരാം, അതിന്റെ ഇൻട്രസ്റ്റ് അത് ചെയ്യുന്നു. അപ്പം ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ഓർ ടു ബി അഡ്വാൻസ് ബൈ വേ ഓഫ് ലോൺ, പിന്നെ ഒരു എക്സിസ്റ്റിംഗ് ഓർ ഫ്യൂച്ചർ ഡെറ്റ്. ഓക്കെ, പിന്നെന്താണ്? പെർഫോമൻസ് ഓഫ് എൻ എൻഗേജ്മെന്റ് വിച്ച് മേ ഗീവ് റൈസ് ടു എ പെക്യൂണിയറി ലയബിലിറ്റി. അതാണ് 3 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലോൺ അഡ്വാൻസ് ചെയ്യുക, അല്ലെങ്കിൽ ടു ബി അഡ്വാൻസ്ഡ് ഓർ ടു ബി അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇപ്പൊ തന്നെ തരാൻ പോവുക, അല്ലെങ്കിൽ ടു ബി അഡ്വാൻസ്ഡ് അത് ഫ്യൂച്ചറിലേക്ക് പറയാണ്. ഒന്നുകിൽ ഇപ്പൊ ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്, മറ്റേത് ഫ്യൂച്ചർ ടെൻസ് ആണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ മണി അഡ്വാൻസ്ഡ്, ഒന്ന് പാസ്റ്റ് ടെൻസ് ആണ്, ഓൾറെഡി അഡ്വാൻസ് ചെയ്ത മണിയാണ് ബൈ വേ ഓഫ് ലോൺ. മറ്റേത് ഫ്യൂച്ചറിലേക്ക് നമ്മൾ പറയാണ് ടു ബി അഡ്വാൻസ് ചെയ്യേണ്ടതായിട്ടുള്ള ലോൺ. ഇതാകുമ്പോൾ ഓൾറെഡി അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പൈസ മേടിച്ചു കഴിഞ്ഞു ഒരു ബൈ വേ ഓഫ് എ ലോൺ, എന്നിട്ട് ഞാൻ ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു, ഇന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ എനിക്ക് ലോൺ തന്നിട്ടില്ല, ടു ബി അഡ്വാൻസ്ഡ് ഒരു പിന്നെ അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ അതിന്റെ അകത്ത് മൂന്നാമത്തത് പറഞ്ഞിരിക്കുന്ന പെർഫോമൻസ് ഓഫ് എൻ എൻഗേജ്മെന്റ് വിച്ച് മേ ഗീവ് റൈസ് ടു പെക്യൂണിയറി ലയബിലിറ്റി. ഓക്കെ, ഇപ്പൊ അതായത് പെർഫോമൻസ്, അതായത് ഒരു എൻഗേജ്മെന്റ്, അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുകയാണ്, ഒരു എൻഗേജ്മെന്റിലേക്ക്, ആ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനത് പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെക്യൂണിയറി ലയബിലിറ്റി, എനിക്കൊരു ലയബിലിറ്റി വരും, പെക്യൂണിയറി ലയബിലിറ്റി, നിങ്ങൾക്ക് അതൊരു റൈറ്റ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്തും, കാരണം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കണം, ആ കാര്യം നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടം വരികയാണെന്ന് വെച്ചോളൂ, അപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി മേടിക്കും. അതാണ് പെർഫോമൻസ് ഓഫ് എൻ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറയണം, ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയണം, അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ പൈസ നഷ്ടം വരും. അപ്പൊ നിങ്ങൾ ആ എൻഗേജ്മെന്റ് നിങ്ങൾ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സെക്യൂരിറ്റി മേടിക്കും, അത് മോർഗേജിൽ വരും. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റ്സ് കൂടെ എഴുതിയാൽ മതി. ഇനി ഇതിന്റെ അകത്ത് അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു, ഒരാള് ഇതിന്റെ അകത്ത് എന്താ പറയാ, അയാളുടെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യും ഇങ്ങോട്ടേക്ക് വേറൊരാൾക്ക്, ഇയാൾ ഇങ്ങോട്ടേക്ക് മണി ലോൺ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആരാണോ ഈ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തത് അയാളാണ് ഇവിടുത്തെ ട്രാൻസ്ഫറർ, അല്ലേ? കാരണം ഇവിടെ എന്തിന്റെ ട്രാൻസ്ഫറിനെ പറ്റി നമ്മൾ പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അല്ലേ? അപ്പൊ ആരാണോ ആ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അയാളെയാണ് മോർഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, മോർഗേജർ, യെസ്, കറക്റ്റ്. ലാൻഡ് അല്ല, ലാൻഡിലെ ഇൻട്രസ്റ്റ് എന്ന് പറയണം. അത് ലാൻഡും അല്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയണം, കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ. അപ്പൊ ആരാണോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിലെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളാണ് ട്രാൻസ്ഫറർ. ഈ മോർഗേജറിന് വേറൊരു പേരും കൂടെ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് പറയാം, അയാളാണ് ഡെറ്റർ. അയാളാണ് മനസ്സിലായില്ല, മോർഗേജർ, ഡെറ്റർ. ഓക്കെ, മോർഗേജർ ആണ് ഇവിടുത്തെ ഡെറ്റർ, DEBTOR. അപ്പം ആരാണോ ഇവിടുത്തെ സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അയാളാണ് ട്രാൻസ്ഫറർ, അയാളാണ് മോർഗേജർ, അയാളാണ് ഡെറ്റർ. ഓക്കെ, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളാണ് ട്രാൻസ്ഫറി. ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളാണ് ട്രാൻസ്ഫറി. ഓക്കെ,
അയാളെ നമ്മൾ എന്ത് പറയും? മോഡ്ഗേജി. മോഡ്ഗേജി ആരാ? ഇവിടുത്തെ ക്രെഡിറ്റർ. ഓക്കെ, അപ്പൊ ക്രെഡിറ്റർ, മോഡ്ഗേജി ആൻഡ് മോഡ്ഗേജർ, ഡെറ്റർ. ഓക്കെ, അപ്പൊ ആരാണോ ഇപ്പൊ ഈ വ്യക്തിയാണല്ലോ, ഇയാളാണ് ട്രാൻസ്ഫർ ചെയ്തത്, സ്പെസിഫിക് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തത്, അപ്പൊ അയാൾ മോഡ്ഗേജർ. ഓക്കെ, ഇത് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്തത് ഇയാളാണ് മോഡ്ഗേജി. ഓക്കെ, കാരണം ഇയാളാണ് ക്രെഡിറ്റർ. ഓക്കെ, അപ്പൊ മോഡ്ഗേജർ എന്താ, മോഡ്ഗേജി എന്താന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ, ഈ മണി ഇയാൾ ഇങ്ങോട്ടേക്ക് കൊടുത്തല്ലോ. ഈ മണി എന്ന് പറയുന്നതിൻ്റെ അകത്ത് രണ്ട് സംഭവങ്ങൾ ഇതിൻ്റെ അത് മനസ്സിലാക്കണം. ഒന്ന് പ്രിൻസിപ്പൽ മണി. പ്രിൻസിപ്പൽ, അതിനെയാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രിൻസിപ്പൽ മണി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പ്രിൻസിപ്പൽ മണി ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ പറമ്പ് എനിക്ക് എഴുതി തന്നു, ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ പറമ്പ് നിങ്ങൾക്ക് തിരിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് എന്തായിരിക്കും തിരിച്ചു തരുന്നത്? അതെന്തായിരിക്കും നിങ്ങൾ തിരിച്ചു തരുന്നത്? സപ്പോസ് 1 crore ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്, നിങ്ങളുടെ പറമ്പ് എനിക്ക് എഴുതി തന്നു നോക്കിയാ. അപ്പൊ ഞാൻ നിങ്ങളുടെ ആ പറമ്പ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് എന്തായിരിക്കും തിരിച്ചു തരിക? ഞാൻ എത്രയാണ് നിങ്ങൾ ലോൺ മേടിച്ചത്? നിങ്ങൾ എനിക്ക് 1 crore. അപ്പൊ നിങ്ങൾ എനിക്ക് എത്രയാണ് തിരിച്ചു തരിക? 1 crore. കറക്റ്റ്. അപ്പൊ ഈ 1 crore പ്രിൻസിപ്പൽ മണി എന്ന് പറയുന്നത്. 1 crore പ്രിൻസിപ്പൽ മണി എന്ന് പറയുന്നത്. പ്ലസ് ഇൻട്രസ്റ്റ്. നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് രണ്ടിനും കൂടെ ഒരു പേരുണ്ട്. പ്രിൻസിപ്പൽ മണി പ്ലസ് ഇൻട്രസ്റ്റ് എന്താ അറിയോ? ദാറ്റ് ഈസ് കോൾഡ് മോഡ്ഗേജ് മണി. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് 1 കോടി തന്നു, നിങ്ങളുടെ പറമ്പ് നിങ്ങൾ എനിക്ക് തന്നു. അപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ ട്രാൻസ്ഫറർ, മോഡ്ഗേജർ. ഞാനാണ് ഇവിടുത്തെ മോഡ്ഗേജി. ഞാൻ നിങ്ങൾക്ക് തന്ന 1 കോടി രൂപ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ മണിയാണ്. ഇനി നാളെ ഞാൻ നിങ്ങൾക്ക് ഈ പറമ്പ് തിരിച്ചു തരുമ്പോൾ നിങ്ങൾ എനിക്ക് തരുന്നത് ആ 1 crore പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ആ 1 crore പ്ലസ് ഇൻട്രസ്റ്റ് ഇസ് നോൺ ആസ് മോഡ്ഗേജ് മണി. ഓക്കെ, അതാണ് ഇതിന്റെ അകത്ത് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രിൻസിപ്പൽ മണി ആൻഡ് ഇൻട്രസ്റ്റ്, അതായത് പ്രിൻസിപ്പൽ മണി പ്ലസ് ഇൻട്രസ്റ്റ് ഓഫ് വിച്ച് ദ പേയ്മെന്റ് ഈസ് സെക്യൂർഡ് ഫോർ ദ ടൈം ബീയിങ് ഈസ് കോൾഡ് ദ മോഡ്ഗേജ് മണി. അപ്പൊ ഓഫ് വിച്ച് ദ പേയ്മെന്റ് ഈസ് സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്ന 1 കോടി രൂപയും അതിന്റെ ഇൻട്രസ്റ്റും, അത് രണ്ടെണ്ണത്തിന്റെയും കൂടെ പേയ്മെന്റ് ആണ് ഞാൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ സെക്യൂർ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ പറമ്പ് നിങ്ങളെ കൊണ്ട്, പറമ്പിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഞാൻ നിങ്ങളെ കൊണ്ട് എന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ എന്റെ 1 കോടി പ്ലസ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് കോൾഡ് ദ മോഡ്ഗേജ് മണി. അപ്പൊ ദ പ്രിൻസിപ്പൽ മണി ആൻഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് വിച്ച് ദ പേയ്മെന്റ് ഈസ് സെക്യൂർഡ് ഫോർ ദ ടൈം ബീയിങ് ആർ കോൾഡ് ദ മോഡ്ഗേജ് മണി. അപ്പൊ ആ മോഡ്ഗേജ് മണിയുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മോഡ്ഗേജർ മനസ്സിലായി. ഇപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ മോഡ്ഗേജർ അല്ലെങ്കിൽ ഡെറ്റർ. നിങ്ങളാണ് ഇവിടെ കടപ്പെട്ടിരിക്കുന്നത്. ഞാനാണ് ക്രെഡിറ്റർ, ഞാനാണ് മോഡ്ഗേജി. കാരണം നിങ്ങൾ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് എനിക്കാ. എങ്ങനെയാണ് ഞാൻ എന്റെ പൈസ, മോഡ്ഗേജ് മണി ഞാൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്? നിങ്ങളുടെ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയില്, സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ അടുത്ത് എന്നെ കൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചെടുത്തു, എന്റെ അടുത്ത് ഇരിക്കുകയാണ് ആ ഇൻട്രസ്റ്റ് ഇപ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് തന്ന 1 കോടി പ്ലസ് ഇൻട്രസ്റ്റ്, അതായത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് വിച്ച് ഈസ് കോൾഡ് ദ മോഡ്ഗേജ് മണി ഞാൻ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനൊക്കെ ഒരു എഴുത്തുകൂട്ട് വേണമല്ലോ, അതായത് വെറുതെ വാക്കാലെ പറഞ്ഞാൽ പോരാത്. അപ്പൊ ആൻഡ് ദ ഇൻസ്ട്രുമെന്റ് ഈഫ് എനി ബൈ വിച്ച് the transfer is effected is called the mortgage deed. അപ്പൊ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് വഴിയൊക്കെ ആയിരിക്കും ഇത്. പലതിനും എല്ലാറ്റിലും ഒന്നും വേണ്ട, ഒന്നിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അതായത് ബാക്കി എല്ലാറ്റിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻസ്ട്രുമെന്റ്, മോഡ്ഗേജ് ഡീഡ് എന്നാണ് പറയുക. അതിൻ്റെ അകത്തെല്ലാം വ്യക്തമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഏത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, എന്ത് ഇൻട്രസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, എത്ര കാലത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എനിക്ക് എത്ര പ്രിൻസിപ്പലാണ് തന്നത്, എത്ര ഇൻട്രസ്റ്റിലായിരിക്കും ഇത് തിരിച്ചെടുക്കാൻ പോകുന്നത്, ഇതെല്ലാം കൂടെ അതിനാണ് ഇഫക്റ്റ് ചെയ്യാന്ന് പറയും. ട്രാൻസ്ഫർ ഇഫക്റ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? അപ്പൊ ആ ട്രാൻസ്ഫർ ഇഫക്റ്റ് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റിനെയാണ് മോഡ്ഗേജ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റിനെയാണ് പറയുന്നത്. അതായത് ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് ഒരു ലീഗൽ വേർഡ് ആണത്.
മനസ്സിലായില്ലേ? ഇൻസ്ട്രുമെന്റ് ഇപ്പൊ ഗിഫ്റ്റ് ഡീഡ് അങ്ങനെ പല പല ഇതുകൊണ്ട് ഗിഫ്റ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ഗിഫ്റ്റ് ഡീഡ് ആയിരിക്കും. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു പറഞ്ഞ രീതിയിലൂടെ ട്രാൻസ്ഫർ ഇഫക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ഒരു ഇതിനെയാണ് മോർഗേജ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാള് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നു, നിങ്ങൾ എനിക്ക് നിങ്ങളുടെ പറമ്പ് എഴുതി തന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് കോർട്ടിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വക്കീൽ ആദ്യം ചോദിക്കുക മോർഗേജ് ഡീഡ് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എനിക്ക് പൈസ തിരിച്ചു തന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചു തന്നു, ഞാൻ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തിരിച്ചു തരുന്നില്ല, പൊസിഷൻ എന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോയ അഡ്വക്കേറ്റ് ആദ്യം ചോദിക്കും മോർഗേജ് ഡീഡ് എവിടെയാണ്. കാരണം അതാണ് ഇൻസ്ട്രുമെന്റ് ബൈ വിച്ച് ദ ട്രാൻസ്ഫർ ഹാസ് ഗോട്ട് ഇഫക്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. ഇനി അടുത്തത് സിമ്പിൾ മോർഗേജ്. ആ ക്ലാസിഫിക്കേഷൻസിൽ ഇതിന്റെ അകത്ത് 6 എണ്ണം ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ സിമ്പിൾ മോർഗേജ്, ഓക്കെ, മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടെ SM എന്ന് പറയും, നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്താൽ മതി. SM എന്ന് പറഞ്ഞാൽ സിമ്പിൾ മോർഗേജ് ആണ്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കോളൂ, സിമ്പിൾ മോർഗേജ്. ഓക്കെ, നോട്ടിൽ എഴുതാം. പിന്നെ രണ്ടാമത്തത് CSM എന്ന് ഓർത്താൽ മതി, അതായത് കണ്ടീഷണൽ സെയിൽ മോർഗേജ്. അല്ല, കണ്ടീഷണൽ സെയിൽ, CSM കണ്ടീഷണൽ. പിന്നെ USM UM എന്ന് എടുത്താൽ മതി, യൂസ്ഫാക്ടറി മോർഗേജ്. ഓക്കെ, യൂസ്ഫാക്ടറി മോർഗേജ്. ഓക്കെ, ഇത് സംഭവം എന്ന് വെച്ചാൽ ഫ്രാക്ചറി യൂസ് എന്ന് പറഞ്ഞാൽ, അതായത് യു ആർ ഗോയിങ് ടു യൂസ് ദ ഫ്രൂട്ട്സ് ഓഫ് ദി, അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം ട്രാൻസ്ഫർ, അതാണ് യൂസ്ഫാക്ടറി മീൻസ് യു ക്യാൻ യൂസ് ആൻഡ് എൻജോയ് ദ ബെനിഫിറ്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ദാറ്റ് ഈസ് ഡിറൈവ്ഡ്. അതുകൊണ്ടാണ് യൂസ്ഫാക്ടറി. യു യൂസ് ദ ഫ്രൂട്ട്സ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, യൂസ്ഫാക്ടറി മോർഗേജ്, അതാണ് മൂന്നാമത്തത്. ഇനി നാലാമത്തതാണ് ഇംഗ്ലീഷ് മോർഗേജ്, EM, ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറയും, അതാണ് നാലാമത്തെ. പിന്നെ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്, മോർഗേജ് ബൈ DOTD, ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്. അപ്പൊ ഞാൻ ടൈറ്റിൽ ഡീഡ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഉള്ള മോർഗേജിനെയാണ് മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഇക്വിറ്റബിൾ മോർഗേജ്. ഇക്വിറ്റബിൾ മോർഗേജ് അത് ഇതിന്റെ വേറൊരു പേരാണ് കേട്ടോ. ഓക്കെ, മോർഗേജ്. പിന്നെ അനോമലസ് മോർഗേജ്. ഓക്കെ, അപ്പൊ നാളെ ഒരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. അപ്പൊ ഇതുവരെ ഈ സെക്ഷൻ 58 അങ്ങ് മുഴുവൻ എഴുതി വെച്ചാൽ മതി. അപ്പൊ അത് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അത് ശരിക്കും ബെയർ ആക്ട് ഇത് തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എല്ലാ കണ്ടോ 58 ഇവിടുന്ന് തുടങ്ങുന്നതാണ്. ഇവിടെ കണ്ടോ തുടങ്ങിയിട്ട് കണ്ടോ ഇവിടെ 59 ഇവിടെയാ. അപ്പൊ ഇവിടെയാണ് ഇത് അവസാനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സെക്ഷൻ 58 പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ സെക്ഷൻ 58-ലുണ്ട്. എന്താണ് ഹൂ ഈസ് എ മോർഗേജർ, ഹൂ ഈസ് എ മോർഗേജി, വാട്ട് ഈസ് മോർഗേജ് മണി ആൻഡ് വാട്ട് ഈസ് മോർഗേജ് ഡീഡ്. മനസ്സിലായില്ലേ? പിന്നെ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ദ മോർഗേജ് എല്ലാം പറയുന്ന ഒറ്റ സെക്ഷനിലാണ്. ഓക്കെ, ഇല്ല 59-ലൊന്നും ഇത് പറയുന്നില്ല, ക്ലാസിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. ക്ലാസിഫിക്കേഷൻ വരുന്നത് 58-ലാണ്. ഒറ്റ സെക്ഷനേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ. എന്താ ചോദിച്ചത്? ഡോക്ടറിനൊക്കെ വേറെ, അത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 ടോപ്പിക്സ് ആണല്ലോ നാളത്തേക്ക് ഉള്ളത്. ഒന്ന് കൈൻഡ്സ് ഓഫ് മോർഗേജ്, അത് വേറെയാണ്. അത് 60 ആണ് വരുന്നത്. ഇതാണ് 60 ആണ് ഡോക്ടർ. ഓക്കെ, ഡോക്ടറിൻ ഓഫ് റിഡംഷൻ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. സിമ്പിൾ മോർഗേജ് നോക്കാം. ഓക്കെ, സിമ്പിൾ മോർഗേജ് വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് നോട്ട് ചെയ്തോളൂ. ഓക്കെ, പോയിന്റ് നമ്പർ 1, സിമ്പിൾ. വാട്ട് ഈസ് മീൻ ബൈ എ സിമ്പിൾ മോർഗേജ്? നമ്മൾ നോക്കണം എവിടെ എന്തോ ഒരു ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അയാളുടെ മോർഗേജ് മണി അയാൾ സെക്യൂർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണ്ടേ. ഫസ്റ്റ് പോയിന്റ് ബി നോട്ടഡ്, ഇത് നോട്ട് ചെയ്തോളൂ. വിത്തൗട്ട് ഡെലിവറിങ് പൊസഷൻ ഓഫ് ദ മോർഗേജ്ഡ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തന്നു, നിങ്ങൾ എനിക്ക് പറമ്പിലൊരു ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാണ് നിങ്ങൾ. ഓക്കെ, പക്ഷെ പൊസഷൻ നിങ്ങൾ എനിക്ക് തരുന്നില്ല. ആ പറമ്പ് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പൊസഷൻ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ
പൊസിഷൻ തരും അതല്ലേ വിത്തൗട്ട് ഡെലിവറിങ് എഴുതിയിരിക്കുന്നത്, വിത്തൗട്ട് ഡെലിവറിങ്. ഓക്കെ, അപ്പൊ അതായത് മോർഗേജ് പ്രോപ്പർട്ടിയുടെ പൊസിഷൻ ഡെലിവറി ചെയ്യുന്നില്ല. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ mortgager binds himself personally to the pay the mortgage money. Okay, this is called personal liability. Okay. Liability. അതായത് ഇവിടുത്തെ മോർഗേജ്, അതായത് ഞാൻ നിങ്ങൾക്ക് അതായത് ഒരു സൂട്ട് കൊടുക്കുമ്പോഴേ, സിവിൽ സൂട്ട് കൊടുക്കുന്ന സമയത്ത് പ്രോപ്പർട്ടിക്കെതിരെയും കൊടുക്കാം, വ്യക്തിക്കെതിരെയും കൊടുക്കാം. മനസ്സിലായില്ല? ആ വ്യക്തി ഇപ്പൊ എനിക്ക് പറയാം, നിങ്ങൾ എനിക്ക് പൈസ തരാണ്ട്, നിങ്ങൾ പേഴ്സണലി ബൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കോടതിയിൽ പോയിട്ട് പറയാം ഇയാള് പേഴ്സണൽ ലയബിലിറ്റി എടുത്തിട്ടുണ്ട്, അപ്പൊ ഇയാൾ എടുത്ത് മേടിച്ച് എനിക്ക് തരണം. ഓക്കെ, അപ്പൊ സിമ്പിൾ മോർഗേജ് എന്ന് പറഞ്ഞാൽ മോർഗേജ് പ്രോപ്പർട്ടിയുടെ ഡെലിവറി, പൊസഷൻ ഡെലിവറി ചെയ്തിട്ടില്ല, പക്ഷെ ദർ ഇസ് എ പേഴ്സണൽ ലയബിലിറ്റി. അതാണ് മോർഗേജർ ബൈൻഡ്സ് പേഴ്സണലി. ഇല്ല 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 ഇല്ല, ഡീഡ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഡീഡ് വരുന്നത് ഇവിടെയാണ്, മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്. അത് പറഞ്ഞ അല്ല അത് പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഡീഡ് ഒന്നും ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാം, ഡീഡ് ഒന്നും ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഒന്നും കൊടുക്കില്ല. ഓക്കെ, ഇനി ആൻഡ് അഗ്രീസ്, ഇതൊക്കെ ഇൻസ്ട്രുമെന്റിൽ വന്നിട്ടുണ്ടാവും. മോർഗേജ് ഡീഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അത് സിമ്പിൾ മോർഗേജ് ഡീഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞ സിമ്പിൾ മോർഗേജ് ഡീഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും പൊസഷൻ ഡെലിവറി ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഐ പേഴ്സണലി ടേക്ക് ദ ലയബിലിറ്റി ടു പേ ദ മോർഗേജ് മണി. ഓക്കെ, പിന്നെ പറയും മൂന്നാമത്തെ, ഞാൻ പറഞ്ഞു 3 എലിമെന്റ്സ് അതിൻ്റെ അകത്തുള്ളത്. ആൻഡ് അഗ്രീസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി that in the event of his failing to pay according to his contract, the mortgagee shall have a right to cause the mortgage property to be sold and the proceeds of the sale to be applied so far as may be necessary in the payment of mortgage money. വലിയൊരു മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട്, എങ്ങനെ പൈസ തിരിച്ചെടുക്കും അല്ലേ? അപ്പൊ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ പറമ്പിന്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ പേഴ്സണൽ ലയബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ട്. അതായത് പറമ്പ് ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു വീടാണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ ഒരു വീടാണെന്ന് വിചാരിക്കാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. വീട് ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ പൊസഷൻ എനിക്ക് മാറി തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ പേഴ്സണൽ ലയബിലിറ്റി എടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ മോർഗേജ് ഡീഡിൽ നിങ്ങൾ എക്സ്പ്രസ്ലി അല്ലെങ്കിൽ ഇംപ്ലൈഡ്ലി നിങ്ങൾ ഒരു കാര്യം എഗ്രി ചെയ്യുന്നുണ്ട്. എക്സ്പ്രസ്ലി എന്താണ്? ഇൻ ദ ഈവന്റ് ഓഫ് ഹിസ് ഫെയിലിംഗ് ടു പേ അക്കോർഡിംഗ് ടു ഹിസ് കോൺട്രാക്ട്. ഈ ഡീഡിൽ പറഞ്ഞിരിക്കുന്ന മാതിരി നിങ്ങൾ എനിക്ക് ആ 1 കോടി രൂപ തരുന്നതിൽ നിന്ന് നിങ്ങൾ ഫെയിൽ ചെയ്യുന്ന ഒരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ദ മോർഗേജി ഷാൽ, ആരാണ് ഇവിടുത്തെ മോർഗേജി? ഞാനാണ്, നിങ്ങളാണ് മോർഗേജർ. ഓക്കെ, മോർഗേജി ഷാൽ, മോർഗേജ്, അപ്പൊ എനിക്കൊരു റൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ടു cause the mortgage property to be sold എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹാവ് എ റൈറ്റ് ടു സെൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എനിക്കത് സെൽ ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല. ബട്ട് ടു കോസ് ദ മോർഗേജ് പ്രോപ്പർട്ടി ടു ബി സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? എന്തുണ്ട്? അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഹാവ് എ റൈറ്റ് ടു ബി സോൾഡ് എന്ന് പറയുന്നത് have the right to cause the mortgage property to be sold എന്ന് പറയുന്നത് നമ്മളെ വ്യത്യാസം എന്താ? അവിടെയാണ് ഈ കംപ്ലീറ്റ് ഇത്. അല്ല, ഇപ്പൊ സെല്ല്, ഇപ്പൊ എനിക്ക് റൈറ്റ് ടു ബി സോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് നേരെ അങ്ങ് വിൽക്കാം ആ സാധനം. അത് വിൽക്കാനുള്ള റൈറ്റ് എനിക്ക് ഉണ്ടെന്നുള്ളതാണ് റൈറ്റ് ടു ബി സോൾഡ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു റൈറ്റ് നമുക്ക് മോർഗേജിൽ ഇല്ല. പക്ഷേ ഐ ഹാവ് എ റൈറ്റ് ടു കോസ് ദ മോർഗേജ് പ്രോപ്പർട്ടി ടു ബി സോൾഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ കോടതിയിൽ പോകാം. കോടതി പോയിട്ട് പറയാം എനിക്ക് ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ട് ടു കോസ് ദ പ്രോപ്പർട്ടി ടു ബി സോൾഡ്, അതുകൊണ്ട് പ്ലീസ് പാസ് എ ഡിഗ്രി ഓഫ് സെയിൽ. കോടതിയോട് ആവശ്യപ്പെടുന്നു എനിക്കിങ്ങനെ ഈ മോർഗേജ് പ്രോപ്പർട്ടി വിൽക്കാനുള്ള, ഐ ഹാവ് ടു കോസ് ദ മോർഗേജ്, എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ കോടതി ആ റൈറ്റ് അങ്ങോട്ട് എൻഫോഴ്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അഗ്രിമെന്റ് ഉണ്ട്, അതാണ് അഗ്രി എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഈ അത് വേണ്ട, അതാണ് ഈ മോർഗേജ് ഡീഡില്, അതാണ് ഈ മോർഗേജ് എന്ന് പറയുന്നത്, അതാണ് ഇത് ഓണർഷിപ്പിൽ നിന്നൊക്കെയുള്ള വ്യത്യാസം. അതാണ് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ചോദിച്ചോളൂ. പറ്റിക്ക, അതിനല്ലേ കോടതി പോണത്.
ഇത് കോടതി പോയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഓഫ് സെയിൽ എടുക്കാൻ പറ്റുള്ളൂ. കോടതിയിൽ ഈ മോർഗേജ് ഡീഡ് കൊണ്ട് കൊടുക്കും. അപ്പൊ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ. മോർഗേജ് ഡീഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അത് വക്കീൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഗിഫ്റ്റ് ഡീഡും പ്രോമിസറി നോട്ടും ഒക്കെ മാതിരി ഒരു ലീഗൽ ഇൻസ്ട്രുമെന്റ് ആണ് ഈ മോർഗേജ് ഡീഡ് എന്ന് പറയുന്നത്. ആ മോർഗേജ് ഡീഡ് എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റ് ആണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുള്ളത്. അതല്ലേ മുകളിൽ എഴുതിയിരിക്കുന്നത്, ഇൻസ്ട്രുമെന്റ് ഇൻ വിച്ച് ദ ട്രാൻസ്ഫർ ഇസ് എഫക്ട് ഇസ് കോൾഡ് ദ മോർഗേജ് ഡീഡ്. ഇതൊരു കോൺട്രാക്ട് മാതിരി ഒരു ഇതാണ്. രണ്ട് പാർട്ടീസും കൂടെ, മോർഗേജറും മോർഗേജിയും കൂടെ ഒരു പേപ്പർ എഴുതി, ഒരു ഇൻസ്ട്രുമെന്റ് എഴുതി അതിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യുന്നത്, ഒരു കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യണത്. അതിനാണ് മോർഗേജ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ മോർഗേജ് ഡീഡ് പ്രകാരം ഒരു വ്യക്തി മോർഗേജർ, മറ്റേ വ്യക്തി മോർഗേജി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ നിങ്ങൾ ഇൻ ദ ഈവന്റ് ഓഫ് ഫെയിലിയർ, ഇപ്പൊ നിങ്ങൾ എനിക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? പൊസഷൻ ഒക്കെ നിങ്ങളുടെ അടുത്തായിരിക്കും ഇരിക്കുന്നത്, വീട് നിങ്ങളുടെ അടുത്തായിരിക്കും ഇരിക്കുന്നത്, നിങ്ങൾ അതിൽ താമസിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ കോടതി പോകും. കോടതി പോയിട്ട് ഈ ഡീഡ് അങ്ങോട്ട് കൊടുക്കും, പ്ലെയിന്റ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് എല്ലാം കൊണ്ട് കൊടുക്കും. കോടതി ഹിയർ ചെയ്യും. മോർഗേജ് ഡീഡ് നോക്കുമ്പോൾ സെക്ഷൻ 58B പ്രകാരം ഐ ഹാവ് എ റൈറ്റ് ടു കോസ് ദ പ്രോപ്പർട്ടി ടു ബി സോൾഡ്. കോടതി അത് കാണുമ്പോൾ കോടതി ഡിഗ്രി ഓഫ് സെയിൽ പുറപ്പെടുവിക്കും. അപ്പൊ ആ ഡിഗ്രി എനിക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് CCC ഇതൊക്കെ പഠിക്കുന്ന എക്സിക്യൂഷൻ. സെയിൽ ഡിഗ്രി മേടിച്ചിട്ട് ആ ഡിഗ്രി ഞാൻ എക്സിക്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ സാധനം ഞാൻ വിൽക്കും. നിങ്ങളുടെ വീട് ഞാൻ വിറ്റിട്ട് അതിന് കിട്ടുന്ന ആ പൈസ എടുത്തിട്ട് ഞാൻ എൻ്റെ 1 കോടി എടുത്ത് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരും. ഓക്കെ. അതൊക്കെ ഉണ്ട്. അതൊക്കെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിലൊക്കെ വരുന്നുണ്ട്. അല്ലാതെ മുഴുവൻ എടുത്തിട്ടൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ മൂന്ന് എലിമെന്റ്സ് എന്തൊക്കെയായിരുന്നു സിമ്പിൾ മോർഗേജിൽ? ഡെലിവറി ഓഫ് ദ പൊസഷൻ ഓഫ് ദ മോർഗേജ് പ്രോപ്പർട്ടി ഡെലിവറി ചെയ്തിട്ടില്ല. പൊസഷൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. യെസ്. രണ്ടാമത്തെ വെച്ചാൽ ഒരു പേഴ്സണൽ ലയബിലിറ്റി ഓക്കെ, നിങ്ങളുടെ മൂലം പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അഗ്രീസ് എക്സ്പ്രസ്ലി അത് കോസ് ദ മോർഗേജ് പ്രോപ്പർട്ടി ടു ബി സോൾഡ് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. എന്നിട്ട് ഇവിടെ ബാക്കി എന്താ പറയുക? ആൻഡ് ദ പ്രൊസീഡ്സ് ഓഫ് ദ സെയിൽ ടു ബി അപ്ലൈഡ്. ഇതാണ് സോ ഫാർ ആസ് നെസസറി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കിടക്കുന്നത്. സോ ഫാർ ആസ് മേ ബി നെസസറി, എത്രയാണോ ആവശ്യമുള്ളത്. മനസ്സിലായത്? അതായത് കോസ് ദ മോർഗേജ് പ്രോപ്പർട്ടി ടു ബി സോൾഡ്, കോടതി പോയി ഡിഗ്രി ഓഫ് സെയിൽ മേടിച്ചു, എന്നിട്ട് അത് വിറ്റിട്ട് ദ പ്രൊസീഡ്സ് ഓഫ് ദ സെയിൽ എന്ന് പറഞ്ഞാൽ അതിന് വിറ്റ് കിട്ടുന്നതിന്റെ പ്രൊസീഡ്സ് ഞാൻ അപ്ലൈ ചെയ്യും. സോ ഫാർ ആസ് മേ ബി നെസസറി ഇൻ ദ പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണി. അപ്പൊ ആ 1 കോടി രൂപയിലേക്ക് ഉള്ള പേയ്മെന്റിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യും പ്രൊസീഡ്സ്. ഇപ്പൊ 2 കോടിയാണ് ആ വീട് വിറ്റിട്ട് എനിക്ക് കിട്ടിയതെങ്കിൽ എനിക്ക് സോ ഫാർ ആസ് നെസസറി, എത്രയാണ് നെസസറി 1 കോടിയാണ്, അത് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. ബാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും. അതാണ് ഈ സോ ഫാർ ആസ് മേ ബി നെസസറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് തിരിച്ചു തരണം. അത് ഇതിൻ്റെ അകത്തുണ്ട്, സോ ഫാർ ആസ് മേ ബി നെസസറി. ഓക്കെ. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനെയാണ് സിമ്പിൾ മോർഗേജ് എന്ന് പറയുന്നത്. ഓക്കെ. So far as that the transaction is called a simple mortgage, and the mortgagee a simple mortgage. Okay. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനെയാണ് സിമ്പിൾ മോർഗേജ് എന്ന് പറയുന്നത്. ഈ ഹോൾ ട്രാൻസാക്ഷൻ നമ്മൾ സിമ്പിൾ മോർഗേജ് എന്ന് പറയും. അങ്ങനെയുള്ള മോർഗേജ് എന്നെ സിമ്പിൾ മോർഗേജി എന്ന് പറയും. അപ്പൊ നമ്മൾ തമ്മിലൊരു ട്രാൻസാക്ഷൻ നടന്നു. ഓക്കെ. നിങ്ങളാണ് മോർഗേജർ, ഞാനാണ് മോർഗേജി. ഓക്കെ. മോർഗേജി ആയ ഞാനാണ് ക്രെഡിറ്റർ. ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരുന്നു. അതിന് പകരമായിട്ട് നിങ്ങൾ എനിക്ക് എന്ത് തരുന്നു വെച്ചാൽ നമ്മളൊരു മോർഗേജ് ഡീഡ് ഉണ്ടാക്കും. ആ ഇൻസ്ട്രുമെന്റ് വഴി നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വീടിന്റെ ഇൻട്രസ്റ്റ്, പൊസഷൻ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീഡിലൂടെ നിങ്ങൾ അഗ്രി ചെയ്യും. എന്നെങ്കിലും നിങ്ങൾ എനിക്ക് പൈസ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു റൈറ്റ് ഉണ്ട്. കോടതി പോയിട്ട് ആ വീട് വിൽപ്പിക്കാനുള്ള ഒരു റൈറ്റ് എനിക്കുണ്ട്. അപ്പൊ കോടതി ആ റൈറ്റ് എനിക്ക് എൻഫോഴ്സ് ചെയ്ത് തരും. ഓക്കെ. ആ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. കോടതി ഇത് ഡിക്രി ചെയ്യും. ഓക്കെ. ഒരു ഡിക്രി ഓഫ് സെയിൽ എനിക്ക് തരും. ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് വിൽക്കും. മനസ്സിലായില്ലേ? കോടതിയുടെ പേപ്പർ ഉണ്ടാവും, അതിൽ ആ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്തിട്ട് വിറ്റിട്ട് പ്രൊസീഡ്സ് ഓഫ് ദ സെയിൽ എന്ന് പറഞ്ഞാൽ 2 കോടിയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ നെസസറി, സോ ഫാർ ആസ് മേ ബി നെസസറി ഞാൻ എനിക്ക് അപ്ലൈ ചെയ്യും. അതിന്റെ അത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്റെ ഇതെടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് തരും. അതാണ് ഇൻ ദ പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണിയിൽ സോ ഫാർ ആസ് മേ ബി നെസസറി അപ്ലൈ ചെയ്യാനാണ് ഈ സെക്ഷൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ, ഇപ്പൊ നമ്മൾ തമ്മിലൊരു ട്രാൻസാക്ഷൻ നടന്നല്ലോ, ആ ട്രാൻസാക്ഷനെയാണ് സിമ്പിൾ മോർഗേജ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പം അങ്ങനെ ഉള്ള ഒരു ട്രാൻസാക്ഷന് സിമ്പിൾ മോർഗേജ് എന്നും അങ്ങനെയുള്ള ട്രാൻസാക്ഷനിലെ മോർഗേജിനെ സിമ്പിൾ മോർഗേജ് എന്നും പറയും. അപ്പൊ ഞാൻ സിമ്പിൾ മോർഗേജ് ആയി. അപ്പൊ ഇതിന് മെയിൻ മനസ്സിലാക്കേണ്ട 3 പോയിന്റ്സ് ആണ്. നോട്ട് ഡെലിവറിംഗ് പൊസിഷൻ, personal liability to pay the money, and third, the mortgagee has got a right to cause the mortgage property to be sold. Okay, simple mortgage മനസ്സിലായല്ലോ. അപ്പൊ അടുത്തേക്ക് പോവാം. കണ്ടീഷൻസ് ഇതാണ് അടുത്തത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 58B ആണ് സിമ്പിൾ മോർഗേജ്. 58B ആണ്. 58Aയിലാണ് 58B. 58B എന്ന് പറയും. ക്ലോസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളത് എഴുതുന്ന സമയത്ത് അങ്ങനെ എഴുതണം. അതായത് ഇപ്പൊ 58Aയിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒരു മോർഗേജർ, പിന്നെ എന്താണ് മോർഗേജി, എന്താണ് മോർഗേജ് ഡീഡ്, ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന അതിലാണ്. ഓക്കെ. പിന്നെ എന്താണ് മോർഗേജ് മണി. ഓക്കെ. എല്ലാം 58Aയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോർഗേജ് അതുകൊണ്ട് മോർഗേജ് എന്താണ് ഏതാണ്, അതായത് ആദ്യത്തെ പാരഗ്രാഫ്. ഇവിടെയാണ് മോർഗേജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ബാക്കി 4 അപ്പൊ ടോട്ടൽ 5 സംഭവങ്ങൾ എയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 5 ഐറ്റംസ്. ഒന്ന് മോർഗേജ് എന്താന്ന് ഇവിടെയും, പിന്നെ ഇവിടെ മോർഗേജർ, പിന്നെ മോർഗേജി, മോർഗേജ് മണി, പിന്നെ മോർഗേജ് ഡീഡ്. അപ്പൊ അതെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 58Aയിലാണ്. ഓക്കെ. ഇനി 58Bയിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, സിമ്പിൾ മോർഗേജ്. ഓക്കെ. 58Cയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, CSR, that is mortgage by conditional sale. ഓക്കെ. അപ്പൊ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇതേമാതിരി തന്നെ നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാനാണ് മോർഗേജി, നിങ്ങളാണ് മോർഗേജർ. ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരുന്നു. നിങ്ങൾ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതെന്താന്നുള്ളത് നോക്കാം. ഓക്കെ. ഇവിടെ മോർഗേജർ എന്ന് പറയുമ്പോൾ നിങ്ങളാണെന്ന് ഓർത്താൽ മതി. സോ യു ആർ ദ മോർഗേജർ. മോർഗേജർ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നിങ്ങളുടെ ഒരു വീട്, അതാണ് ഇവിടുത്തെ മോർഗേജ് പ്രോപ്പർട്ടി. അതിന് ഈ വേർഡ് എഴുതണം, ostensibly sell. ostensibly sell. അപ്പൊ നിങ്ങൾ എനിക്ക് സെല് ചെയ്യുന്നില്ല. സെല് ചെയ്ത് കഴിഞ്ഞാൽ സെയിലായി പോകും. ostensibly sell എന്ന് പറയണം. അപ്പൊ ostensibly എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ostensible എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയില് ചെയ്യുന്ന മാതിരി ചെയ്യുക. അതായത് ശരിക്കും അത് സെയിലല്ല. അത് എന്താണെന്നുള്ളത് നമുക്ക് താഴത്തെ കണ്ടീഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. ostensibly സെയിൽ എന്ന് പറഞ്ഞാൽ സെയിൽ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സെയിൽ, പക്ഷെ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ സെയിൽ. പക്ഷെ ഈ ostensibly സെയിൽ ആവും. അത് നമുക്ക് നോക്കാം. ostensibly സെൽ എന്നുള്ള വേർഡ് അങ്ങനെ തന്നെ എഴുതണം. ostensibly സെൽ മൂന്ന് കണ്ടീഷൻസ്, അവിടെ 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതാദ്യം ഇത് വേണം, ഓൺ ദ കണ്ടീഷൻ ദാറ്റ് 3 കണ്ടീഷൻസില്. അപ്പൊ ആദ്യം ഒരു ostensibly സെൽ ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഓൺ ഡീഫോൾട്ട് ഓഫ് പേയ്മെന്റ് of the mortgage money on a certain date. ഓക്കെ. അത്രയും മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചെയ്തത്, ostensibly സെല്ല് ചെയ്തു. ഏതെങ്കിലും നിങ്ങളുടെ വീട് ostensibly സെല്ല് ചെയ്തു. ഒരു കണ്ടീഷന്റെ പുറത്ത് നിങ്ങൾ ostensibly സെല്ല് ചെയ്തത്. എന്താണ് കണ്ടീഷൻ? ഓൺ ദ ഡീഫോൾട്ട് ഓഫ് ദ പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണി ഓൺ എ സർട്ടൻ ഡേറ്റ്. നിങ്ങൾ എനിക്ക് ഒരു പ്രത്യേക അതിന്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും, 1 വർഷം കഴിഞ്ഞ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അടുത്ത വർഷം 1-ാം തീയതി. ആ ഒരു സർട്ടൻ ഡേറ്റില് നിങ്ങൾ എനിക്ക് മോർഗേജ് മണി തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ, അതാണ് ഡീഫോൾട്ട് ഓഫ് പേയ്മെന്റ്. പേയ്മെന്റിൽ നിങ്ങൾ ഡീഫോൾട്ട് ചെയ്താൽ സെയിൽ ഷാൽ ബിക്കം ആബ്സല്യൂട്ട്. അത് സെയിലായി മാറി. ഓക്കെ. അപ്പൊ ഒസ്റ്റൻസിബിൾ സെയിലും മറ്റേതൊരു ഒസ്റ്റൻസിബിൾ സെയിലാണ്. ഓക്കെ. അപ്പൊ ഞാനിത് എഴുതുകയാണെന്ന്
അതെ, അത് അത്രന്നെ ഉള്ളൂ. ഒരു ഒസ്റ്റൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും സെയിലാണെന്ന് തോന്നുന്ന തരത്തിൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഒസ്റ്റൻസിബിളി സെൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സെൽ ചെയ്തിട്ടില്ല, പക്ഷെ ഇറ്റ് ഇസ് എൻ ഒസ്റ്റൻസിബിൾ സെൽ. ഇത് എന്ത് പറ്റും? ഇതൊരു that will become an absolute sale. Okay, that will become an absolute sale. Okay, that will become an ഇത് എപ്പോഴാണ് ഇത് absolute sale ആവുന്നത്? In the default of payment. Okay, അതാണ് കണ്ടീഷൻ. on a certain date, ഒരു പ്രത്യേക ഡേറ്റില് നിങ്ങൾ അതിന്റെ പേയ്മെന്റ് ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ that ostensible sale will become an absolute sale. Okay, അത്രയും ക്ലിയർ. ഫസ്റ്റ് സംഭവം മനസ്സിലായല്ലോ. ഇനി രണ്ടാമത് എന്താ പറഞ്ഞു? ആദ്യത്തെ ഡീഫോൾട്ട് ചെയ്തു, ഇനി ഡീഫോൾട്ട് ചെയ്തില്ല എന്ന് വയ്ക്കുക. അപ്പൊ എന്ത് പറ്റും? ഓൺ സച്ച് പേയ്മെന്റ് ബീയിങ് മെയ്ഡ്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? ഓൺ ദ കണ്ടീഷൻ ദാറ്റ് സച്ച് പേയ്മെന്റ് ബീയിങ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഡീഫോൾട്ട് ചെയ്തു, ഇനി സപ്പോസ് ഡീഫോൾട്ട് ചെയ്തില്ല എന്ന് വയ്ക്കുക. അപ്പൊ എന്ത് പറ്റും? സെയിൽ ഷാൽ ബിക്കം വോയിഡ്. ആയി. അപ്പൊ എന്ത് പറ്റി? ഈ ഒസ്റ്റൻസിബിൾ സെയിൽ എന്തായി? വോയിഡ് ആയി മാറി. എപ്പോഴാണ് അത് വോയിഡ് ആയി മാറുന്നത്? എപ്പോഴാ വോയിഡ് ആയി മാറും? ഓൺ പേയ്മെന്റ് ഓഫ് മണി. പൈസ വോയിഡ് ആയി. കാരണം അതുകൊണ്ടാണ് ഇതിനെ ഒസ്റ്റൻസിബിൾ സെയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സെയിൽ ആണെന്ന് തോന്നും, പക്ഷെ ആ സെയിലിന്റെ രൂപം അങ്ങ് മാറും. ഇപ്പൊ നോക്കുമ്പോൾ ഒസ്റ്റൻസിബിൾ സെയിൽ ആയിട്ടിരിക്കും, പക്ഷെ അത് മോർഗേജ് സൈൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് കോൾഡ് ഒസ്റ്റൻസിബിൾ സെയിൽ. ഒരു സർട്ടൺ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ആ ഡേറ്റ് ആയിട്ടും പൈസ കൊടുക്കുന്നതിൽ നിന്ന് ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒസ്റ്റൻസിബിൾ സെയിൽ അബ്സല്യൂട്ട് സെയിൽ ആയി മാറും. പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒസ്റ്റൻസിബിൾ സെയിൽ വോയിഡ് ആയിട്ട് മാറും. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഓൺ സച്ച് പേയ്മെന്റ് ബീയിങ് മെയ്ഡ്, ഇത് രണ്ടും സെയിമാ. ഓൺ സച്ച് പേയ്മെന്റ് ബീയിങ് മെയ്ഡ്, ഈ പേയ്മെന്റ് നിങ്ങൾ ചെയ്തു എന്ന് വെക്കുക. നിങ്ങൾ പേയ്മെന്റ് ചെയ്തു തന്നു കഴിഞ്ഞാല് the buyer shall transfer the property to the seller. ഓക്കെ, അതാണ് ആ ഒസ്റ്റൻസിബിൾ ആയിട്ട് ഒരു സെയിൽ അവിടെ കിടക്കുന്നുണ്ട്. ആദ്യം ആ സെയിൽ വോയിഡ് ആവുകയും ചെയ്യും. ഈ ബയർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അപ്പൊ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിന്റെ അകത്ത് എവിടെയും പറയുന്നില്ല പൊസഷൻ ഹാൻഡ് ഓവർ ചെയ്യണ്ട എന്ന് പറയുന്നില്ല. ചിലപ്പോൾ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ദ മോർഗേജ് ഡീഡ് ഹാസ് ബീൻ ഡ്രാഫ്റ്റഡ്. മനസ്സിലായില്ലേ? വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. അത് അതെ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ കാര്യങ്ങൾ മൂന്ന് സംഭവങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒന്ന് ഒസ്റ്റൻസിബിൾ സെയിൽ, മറ്റേത് അബ്സല്യൂട്ട് സെയിൽ, പിന്നെ വോയിഡ്. ഒക്കെ മനസ്സിലായില്ലേ? അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ആ മൂന്ന് കണ്ടീഷൻസ് ഉണ്ടെന്ന് ഓർക്കുക. അതായത് ആദ്യം ഒസ്റ്റൻസിബിൾ സെയിൽ ആണ് കിടക്കുന്നത്. പൈസ കൊടുക്കുന്നതിന് ഡീഫോൾട്ട് ചെയ്താൽ ആ ഒസ്റ്റൻസിബിൾ സെയിൽ അബ്സല്യൂട്ട് സെയിൽ ആവും. ആ പേയ്മെന്റ് ഓഫ് മണി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വോയിഡ് ആവും. വോയിഡ് ആവുന്ന മാത്രമല്ല, മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒസ്റ്റൻസിബിൾ ബയർ ഹാസ് ടു ട്രാൻസ്ഫർ. അപ്പൊ അത് അത്രേ ഉള്ളൂ. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് കഴിഞ്ഞു, അവിടെ തീർന്നു. അപ്പം പൈസ നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ ആ ഒസ്റ്റൻസിബിൾ സെയിൽ എന്ന് പറയുന്നത് വോയിഡ് ആവും. അപ്പൊ നിങ്ങൾ എനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കോടതി പോകാൻ പറ്റില്ല. കോടതി പോയിട്ട് പറയാൻ പറ്റില്ല ഷീ ഹാസ് മെയ്ഡ് ആൻ ഒസ്റ്റൻസിബിൾ സെയിൽ ഓൺ സോ ആൻഡ് സോ ഡേ. കോടതി നോക്കുമ്പോൾ ദ മൊമെന്റ് യു ഹാവ് മെയ്ഡ് ദ റീപേയ്മെന്റ് ദാറ്റ് ഒസ്റ്റൻസിബിൾ സെയിൽ ഹാസ് ബിക്കം വോയിഡ്. അപ്പൊ കോടതിക്ക് ഇനി അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. കാരണം ആ ഒസ്റ്റൻസിബിൾ സെയിൽ അങ്ങ് വോയിഡ് ആയിപ്പോയി. ഇനിയിപ്പോ സപ്പോസ് നിങ്ങൾ പൈസ മാത്രമല്ല അത് തരുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് തിരിച്ച് റീകൺവേ ചെയ്യണം, റീട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഇനി സപ്പോസ് നിങ്ങൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സെയിൽ അബ്സല്യൂട്ട് സെയിലായി മാറും, ഒസ്റ്റൻസിബിൾ സെയിൽ. അപ്പോഴും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്കത് നേരിട്ടെടുത്ത് സെല് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് കോടതിയിൽ പോയിട്ട് ഡിഗ്രി മേടിച്ചിട്ട് ഇത് സെല് ചെയ്യും. പക്ഷെ ഐ ഹാവ് എ റൈറ്റ് ഓഫ് അബ്സല്യൂട്ട് സെയിൽ. ഓക്കെ, മനസ്സിലായല്ലോ? അതെ, അത്രേ ഉള്ളൂ. കോടതി പോയിട്ട് ഡിഗ്രി ഓഫ് സെയിൽ മേടിച്ചിട്ട് അങ്ങ് സെല് ചെയ്തിട്ട് ഞാൻ പൈസ എടുക്കും. ഓക്കെ, കാരണം അതൊരു അബ്സല്യൂട്ട് സെയിലിനുള്ള റൈറ്റ് എനിക്ക് അവിടെ ഉണ്ട്.
അതായത് നിങ്ങൾ എനിക്ക് തുടക്കത്തിൽ ചെയ്തത് അബ്സല്യൂട്ട്ലി ഓസ്റ്റൻസിബിൾ സെയിൽ ആണെങ്കിൽ കൂടെ സമയത്തിന് നിങ്ങൾ പൈസ തരുന്നതിൽ നിന്ന് ഡീഫോൾട്ട് ചെയ്തത് വഴി ആ ഓസ്റ്റൻസിബിൾ സെയിൽ ഹാസ് ബിക്കം ആൻ അബ്സല്യൂട്ട് സെയിൽ. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ത് പറയും? നമ്മൾ മുകളിൽ പറഞ്ഞാൽ ഇങ്ങനെ ഈ 3 കണ്ടീഷൻസും ഇങ്ങനെ ഒരു ഓസ്റ്റൻസിബിൾ സെയിലും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ, CSM, അതായത് കണ്ടീഷണൽ സെയിൽ മോർഗേജ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു മോർഗേജിനെ എന്ത് പറയും? മോർഗേജി ബൈ കണ്ടീഷണൽ സെയിൽ എന്ന് പറയും. ഓക്കെ ഓക്കെ, ഇനി ഇതിന്റെ അകത്തൊരു അത് നമ്മൾ മുകളിൽ അങ്ങനെ തന്നെ എഴുതിയ ട്രാൻസാക്ഷൻ എന്താ, ആ ട്രാൻസാക്ഷൻ സിമ്പിൾ മോർഗേജ് എന്ന് പറയും, അതിന്റെ മോർഗേജിന് എന്ത് പറയും. ഇനി ഇതിന്റെ അകത്തൊരു പ്രൊവൈസോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, no such transaction shall be deemed to be a mortgage unless the condition is embodied in the document which affects or purports to affect the sale. അതായത് ഇത് എന്താ സംഭവം പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഏത് ഡോക്യുമെന്റ് ആണോ മോർഗേജ് ഡീഡ് ആയിട്ടുള്ളത്, ആ നമ്മൾ മുകളിൽ 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കണ്ടീഷൻസ് എല്ലാം അതേ ഡോക്യുമെന്റിൽ തന്നെ, അതായത് നമ്മളൊരു ഒസ്റ്റൻസിബിൾ സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഏത് ഡോക്യുമെന്റിലാണോ അതേ ഡോക്യുമെന്റിൽ തന്നെ അണ്ട കണ്ടീഷൻ ഇസ് എംബോഡിഡ് ഇൻ ദ ഡോക്യുമെന്റ്, ഈ കണ്ടീഷൻ അതേ ഡോക്യുമെന്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ തൽക്കാലം വിട്ടോളൂ. അതായത് 2 ഡോക്യുമെന്റ് ആയിട്ട് എഴുതരുത്, എല്ലാം കൂടെ ഒറ്റ ഡോക്യുമെന്റിൽ തന്നെ വരണം. ഏത് ഡോക്യുമെന്റ് ആണോ സെയിൽ ഇഫക്ട് ചെയ്യിക്കാൻ, ഒന്നുകിൽ സെയിൽ ഇഫക്ട് ചെയ്യിക്കുക അല്ലെങ്കിൽ പർപ്പോർട്ട് ടു ഇഫക്ട് സെയിൽ, അതേ ഡോക്യുമെന്റിൽ തന്നെ ഈ കണ്ടീഷൻ എംബോഡി ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷന് മോർഗേജ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അത് അത്രയും ഓർത്താൽ മതി. ഇതെല്ലാം കൂടെ ഒറ്റ, ചിലവര് രണ്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ട് എഴുതും, അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ ഒറ്റ ഇൻസ്ട്രുമെന്റിൽ തന്നെ വരണം. ഏത് ഇൻസ്ട്രുമെന്റിലാണോ ഇത് സെയിൽ പറഞ്ഞിരിക്കുന്നത് അത് ജസ്റ്റ് ബാക്കിയുള്ളത് നിങ്ങൾ എഴുതിയാലും മതി ഇപ്പൊ നാളെ. ഓക്കെ, The third important, this is the most important one, use effectory mortgage. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മോർഗേജ് ഇതാണ്. ഓക്കെ, സിമ്പിൾ മോർഗേജോ മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ ഒന്നും അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മോർഗേജ് ആണ് യൂസ് ഫാക്ടറി മോർഗേജ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, യൂസ് ഫാക്ടറി മോർഗേജില് യൂസ് ദ ഫ്രൂട്ട്സ് എന്നുള്ളത് ഓർത്താൽ മതി. അപ്പൊ യൂസ് ഫാക്ടറി മോർഗേജ് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കൂ. ആദ്യം തന്നെ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയന്റ് മനസ്സിലാവും. എന്താ എഴുതിയിരിക്കുന്നത്? വേർ ദ യെസ്, സോ യു ആർ ഗോയിങ്, ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരുന്നു, യു ആർ ഗോയിങ് ടു ഡെലിവർ ദ പൊസഷൻ. അപ്പൊ നമ്മള് എന്താ പറയുക, സിമ്പിൾ മോർഗേജിൽ നമ്മൾ പൊസഷൻ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്, വിത്തൗട്ട് ഡെലിവറിങ് പൊസഷൻ എന്ന് പറഞ്ഞു. കണ്ടീഷൻ സെയിൽ പഠിച്ചപ്പോൾ പൊസഷനെ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാം, ബട്ട് ചെയ്യണ്ട. പക്ഷെ യൂസ് ഫാക്ടറി മോർഗേജ് ഡെലിവർ ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇവിടെ 1 കണ്ടീഷൻ ഈസ്, നിങ്ങൾ പൊസഷൻ ഡെലിവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു യൂസ് ഫാക്ടറി മോർഗേജ് അല്ല. കാരണം ഈ യൂസ് ഫാക്ടറി മോർഗേജ് ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യൽ ആയിട്ട് ചില റൈറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ സെക്ഷൻ 62 നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യൂസ് ഫാക്ടറി മോർഗേജിൽ എൻ്റർ ചെയ്യുന്ന മോർഗേജർക്കൊക്കെ സ്പെഷ്യൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ യൂസ് ഫാക്ടറി മോർഗേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് കോമൺലി ഫൗണ്ട് ഇൻ ഇന്ത്യ. അതുകൊണ്ടാണ് അതിന് സ്പെഷ്യൽ റൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് സാധാരണ നടക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പറമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസിന്റെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബിൽഡിംഗ് എനിക്കത് ട്രാൻസ്ഫർ ചെയ്യും, എനിക്ക് അതിന്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് പറയും നിങ്ങൾ ഈ ബിൽഡിംഗ് ഉപയോഗിച്ചോളൂ കുറച്ച് കാലത്തേക്ക്. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഡെലിവേഴ്സ് പൊസഷൻ എക്സ്പ്രസ്ലി ഓർ ബൈ ഇംപ്ലൈഡ്ലി. ഓക്കെ, expressly or by implication binds himself to deliver the possession of the mortgage property to the mortgagee. അപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഒറ്റ സംഭവമാണ്, അത് അങ്ങനെ വായിക്കണം. ഇത് കംപ്ലീറ്റ് ഒന്നാണ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകിൽ പൊസഷൻ ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ അയാളെ തന്നെ ബൈൻഡ് ചെയ്യിക്കുക. അപ്പൊ തന്നെ ഡെലിവർ ചെയ്തില്ലെങ്കിലും അയാളെ ഹി ഈസ് ബൗണ്ട് എക്സ്പ്രസ്ലി ഓർ ബൈ ഇംപ്ലിക്കേഷൻ ബൈൻഡ് ഹിംസെൽഫ് to deliver possession of the mortgage property to the mortgagee. Okay, അതായത് നിങ്ങൾ ഒന്നുകിൽ അപ്പൊ തന്നെ ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളങ്ങ് ബൈൻഡഡ് ആവുക, നിങ്ങളങ്ങ് ബൗണ്ട് ആവുകയാണ് അവിടെ. That you will deliver the possession of the mortgage property to the mortgagee. Okay, അത്രയും ക്ലിയർ ആയില്ല. അപ്പൊ ഇത്രയും സ്ഥലത്ത് നമ്മൾ പൊസഷൻ ഡെലിവർ ചെയ്യുന്നതിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ആൻഡ്
ഇനി എന്താ ചെയ്യുന്നത്? നിങ്ങൾ എനിക്ക് ഡെലിവർ ചെയ്യുക, പൊസഷൻ ഡെലിവർ ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഓതറൈസ് ചെയ്യാം. നിങ്ങളൊരു ഓതറൈസേഷൻ തരും. എന്തിനുള്ള ഓതറൈസേഷൻ? ടു റീറ്റെയിൻ സച്ച് പൊസഷൻ അൺടിൽ ദ പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണി. ഓക്കെ. അപ്പൊ നിങ്ങൾ എനിക്ക് പൊസഷൻ ഡെലിവർ ചെയ്തു, ഒന്നെങ്കിൽ നിങ്ങൾ പൊസഷൻ ഡെലിവർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി ബൈ ഇംപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളെ ബൈൻഡ് ചെയ്തു. നിങ്ങൾ ഡെലിവർ ചെയ്തോളാം എന്നുള്ളതിന് നിങ്ങൾ ബൈൻഡ് ചെയ്തു എനിക്ക്. ഓക്കെ, യു ഹാവ് ബൗണ്ട് യുവർ സെൽഫ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡെലിവർ, യു വിൽ ഡെലിവർ പൊസഷൻ. അത് മാത്രമല്ല, ഇത് ഡെലിവർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നെ ഓതറൈസ് ചെയ്തു. എന്തിന്? ടു റീറ്റെയിൻ ദ പൊസഷൻ. ഇത് നിങ്ങൾ വെച്ചോളൂ, ഈ പൊസഷൻ എനിക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നെ ഓതറൈസ് ചെയ്തു. എപ്പോൾ വരെ പൊസഷൻ റീറ്റെയിൻ ചെയ്യിക്കാനാണ്? പൊസഷൻ റീറ്റെയിൻ ചെയ്യാനാണ് എന്നെ ഓതറൈസ് ചെയ്ത് അൺടിൽ ദ പേയ്മെന്റ് ഓഫ് ദ മോർഗേജ് മണി. അപ്പൊ നിങ്ങൾ എനിക്ക് ആ 1 കോടി രൂപ തിരിച്ചു തരുന്നത് വരെ ഐ ക്യാൻ റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് യുവർ ബിൽഡിംഗ്. ഓക്കെ, ഓഫ് യുവർ ഹൗസ്. അത് മനസ്സിലായല്ലോ? എന്നിട്ട് എന്തിനത് റീറ്റെയിൻ ചെയ്യുന്നത്? എന്തുകൊണ്ടത് റീറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? വേണമെങ്കിൽ എനിക്ക് ആ വീട് വാടകയ്ക്ക് കൊടുക്കാം. ഓക്കെ, അതിപ്പോ എനിക്ക് എന്തെങ്കിലും, അതാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ടു റീറ്റെയിൻ ചെയ്യുക, ആൻഡ് to receive the rents and profits accruing from the property or any part of such rents and profits. അതായത് നിങ്ങൾ എൻ്റെ അടുത്ത് റീറ്റെയിൻ ചെയ്തോളാൻ പറഞ്ഞു. റീറ്റെയിൻ ചെയ്യാനുള്ള ഓതറൈസേഷൻ മാത്രമല്ല നിങ്ങൾ എനിക്ക് തന്നത്, അതിൽ നിന്ന് റിസീവ് ചെയ്യുന്ന റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ്, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് അക്രൂ ചെയ്യുന്ന റെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഓർ എനി പാർട്ട് ഓഫ് സച്ച് റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ്, അതിൽ നിന്ന് അക്രൂ ചെയ്യുന്ന റെന്റ് ആൻഡ് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം. ഓക്കെ, ഒന്നുകിൽ അത് മുഴുവനായിട്ട് എനിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം. ആൻഡ് ടു അപ്രോപ്രിയേറ്റ് ദ സെയിം. ആദ്യം റിസീവ് ചെയ്യുക. എവിടെ റിസീവ് ചെയ്യാൻ നിങ്ങൾ എന്നെ ഓതറൈസ് ചെയ്തു. എന്നിട്ട് മാത്രമല്ല, അതിനെ അപ്രോപ്രിയേറ്റ് ദ സെയിം എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക. അപ്രോപ്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെക്കുക. ഓക്കെ, അപ്രോപ്രിയേറ്റ് ദ സെയിം. എന്ത്? ആ റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം. എന്തിനു വേണ്ടി? ഇൻ ല്യൂ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ നിങ്ങൾ എനിക്ക്, ഞാൻ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ മണി തന്നിട്ടുണ്ടല്ലോ. ഇത് ഞാൻ, ഇത് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ട് പറയാണ്, ഈ റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ എനിക്ക് തിരിച്ചു, ഞാൻ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ മണി തന്നു, നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമ്പോ എന്താ തരണ്ടേ? പ്രിൻസിപ്പൽ മണി പ്ലസ് ഇൻട്രസ്റ്റ് അല്ലേ തരണ്ടേ? അപ്പം നിങ്ങൾ എന്റെ അടുത്ത് പറയാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാം? ഇൻട്രസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അതായത് ഇൻട്രസ്റ്റിലേക്ക് ഇങ്ങനെ അടഞ്ഞടഞ്ഞു പോകും പൈസ. ഓക്കെ, ഇൻ ല്യൂ ഓഫ് ഇൻട്രസ്റ്റ്. ഒന്നുകിൽ ഇൻ ല്യൂ ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇൻ ദ പേയ്മെന്റ് ഓഫ് മോർഗേജ് മണി. നിങ്ങൾ മുഴുവൻ മോർഗേജ് മണിയിലേക്ക് നിങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യുക. ഓർ പാർട്ട്ലി ഇൻ ല്യൂ ഓഫ് ഇൻട്രസ്റ്റ്, പാർട്ട്ലി ഇൻ പേയ്മെന്റ് ഓഫ് മോർഗേജ് മണി. ഓക്കെ, 3 കാര്യങ്ങൾ പറയുക. അതായത് നിങ്ങൾ എനിക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, പൊസഷൻ ഡെലിവർ ചെയ്തു, എന്നിട്ട് പറയണം, ഞാൻ നിങ്ങളെ ഓതറൈസ് ചെയ്യുന്നു, ഈ മോർഗേജ് മണിയുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആവുന്നവരെ നിങ്ങൾ വെച്ചോളൂ. വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഓതറൈസ് ചെയ്യുന്നു, ഇതിൽ നിന്ന് വരുന്ന റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നുകിൽ ആ ഇൻട്രസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ മോർഗേജ് മണിയുടെ മുഴുവൻ ഇതിലേക്ക് നിങ്ങൾക്ക് വേണേൽ അപ്രോപ്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റും കുറച്ച് മോർഗേജ് മണിയുടെയും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ്. ഇതെല്ലാം ഡീഡിൽ എഴുതിയിട്ടുണ്ടാവും, ആ ഇൻസ്ട്രുമെന്റിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തന്നു, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പൊസിഷൻ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു, എന്നിട്ട് പറയണ ഇത് നിങ്ങൾ വെച്ചോളൂ, മോർഗേജ് മണി വെക്കുന്നവരെ നിങ്ങൾക്ക് ഇത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങൾ റെന്റോ പ്രോഫിറ്റോ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റിലേക്ക് നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് ഇപ്പൊ യൂസഫിറ്ററി മോർഗേജ് എഴുതുമ്പോൾ ഒരു ടൈമും കൂടെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും, 5 വർഷം. 5 വർഷത്തേക്കാണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പൊസിഷൻ എനിക്ക് തന്നെ. അപ്പൊ ആ വീട്ടിൽ കൊടുക്കുന്ന ഓരോ മാസത്തെയും, ആ വീട് ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്നു, അതിൽ കിട്ടുന്ന ആ വാടകയായിട്ട് കിട്ടുന്ന റെന്റ് മുഴുവൻ ഞാൻ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റിലേക്ക് ഇങ്ങനെ അടച്ചടച്ചു പോകും. അങ്ങനെ അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ ഇൻട്രസ്റ്റിലേക്ക് ഈ റെന്റ് എടുത്തിട്ട് ഇൻട്രസ്റ്റിലേക്ക് അടച്ചടച്ചു പോകും. 5 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, പ്രിൻസിപ്പൽ മണി ബാക്കി കിടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എനിക്ക് ആ ഇൻട്രസ്റ്റ് മണി പേ ചെയ്ത് കഴിയുമ്പോൾ ആ മോർഗേജ് അവിടെ ക്ലോസ് ആയി. മനസ്സിലായില്ല? അപ്പൊ ആ ഇൻട്രസ്റ്റ് നിങ്ങൾ എന്തിനാ ഇത് മോർഗേജ് ചെയ്യുന്നത്? നിങ്ങൾ പെട്ടെന്ന് കയ്യിൽ പൈസ ഉണ്ടാവില്ല, ഒരു പൈസയുടെ അത്യാവശ്യം വന്നു. അപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് 1 കോടി രൂപ മേടിച്ചു, എന്നിട്ട് നിങ്ങളുടെ വീട് എനിക്ക് എഴുതി തന്നു, പൊസഷൻ എനിക്ക് തന്നു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് വാടക, നിങ്ങൾ എന്താ വേണ്ടത് ചെയ്തോളൂ, ഇതിൻ്റെ അകത്ത് കിട്ടുന്ന റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സിന്റെ ഒന്നുകിൽ റെന്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് മുഴുവൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിങ്ങൾ ഇതിന്റെ ഇൻട്രസ്റ്റിലേക്ക് നിങ്ങൾ എടുത്തോളൂ. നമ്മൾ ഫിക്സ് ചെയ്യാം ഒരു 5 വർഷം. ആ 5 വർഷം കഴിയുമ്പോഴേക്ക് എൻ്റെ കയ്യിൽ പൈസ വരും, എനിക്ക് വേറൊരു സ്ഥലത്ത് പൈസ കിട്ടാനുണ്ട്, വേറൊരു മാർഗം വഴി. ആ പൈസ ഞാൻ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ തിരിച്ചു തന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പ്രോപ്പർട്ടിയുടെ പൊസിഷൻ തിരിച്ചു മേടിച്ചോളാം.
ഓക്കെ, റൈറ്റ് ടു റിക്കവർ പൊസിഷൻ എന്ന് പറയുന്നത് യൂസഫാക്ടറി മോർഗേജർക്കുള്ള റൈറ്റ് ആണ്. സെക്ഷൻ 62 പറയുന്നുണ്ട്, നിങ്ങളാണ് ഇവിടുത്തെ മോർഗേജർ, നിങ്ങൾ യൂസഫാക്ടറി മോർഗേജർ ആണ്, നിങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട് ടു റിക്കവർ ദ പൊസിഷൻ. ഓക്കെ, അപ്പം in lieu or in part of the transaction is called an usufructory mortgage and the mortgagee a usufructory mortgagee. Okay, clear? എങ്ങനെ വേണം ചെയ്യാം, അതുകൊണ്ടല്ലേ 3 സംഭവങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ലിeu ഓഫ് ഇൻട്രസ്റ്റ്, ഒന്നെങ്കിൽ ഇൻട്രസ്റ്റിക്ക് മാത്രം മെൻഷൻ ഡീഡിൽ ചെയ്യണം, അതിനാണ് മോർഗേജ് ഡീഡിൽ അതെല്ലാം എഴുതണം. ഓക്കെ, ചിലപ്പോ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോർഗേജ് മണിയും, അതായത് മോർഗേജ് മണി എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ മണിയും പെട്ടല്ലോ, അത് മനസ്സിലാക്കണം. ഈ മോർഗേജ് മണി എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, നിങ്ങൾ ഈ വീട് എടുത്തോളൂ, നിങ്ങൾ 5 വർഷം വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കയ്യിൽ വെച്ചോളൂ, യു റീറ്റെയിൻ ദ പൊസിഷൻ, ഞാൻ നിങ്ങളുടെ അടുത്ത് മേടിച്ച 1 കോടി രൂപയും അതിന്റെ ഇൻട്രസ്റ്റും എപ്പോഴാണോ അപ്രോപ്രിയേറ്റ് ചെയ്ത് തീരുന്നത് അപ്പൊ മോർഗേജ് ക്ലോസ് ആവും. ചിലപ്പോൾ 10 വർഷം എടുക്കും, ചിലപ്പോൾ 15 വർഷം എടുക്കും, ചിലപ്പോൾ 5 വർഷം എടുക്കും, എപ്പോഴാണ് വേണ്ടത് ടൈം പീരീഡ് ഫിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ആ അപ്രോപ്രിയേറ്റ് ചെയ്ത് മോർഗേജ് മണിയുടെ അപ്രോപ്രിയേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ആ മോർഗേജ് അവിടെ ക്ലോസ് ചെയ്യും. മോർഗേജ് അങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊസിഷൻ റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് വരും. ഓക്കെ, അപ്പൊ യൂസഫാക്ടറി മോർഗേജ് അപ്പം മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് ഓൺലി മോർഗേജ് എന്താ പറയാ ഡെലിവറി ഓഫ് പൊസിഷൻ ഈസ് മാൻഡേറ്ററി. കാരണം എന്താ വെച്ചാൽ ഇത് ഡെലിവർ ചെയ്തിട്ട് ആ പൊസിഷൻ അയാളുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അയാൾ അത് യൂസ് ചെയ്ത് എൻജോയ് ചെയ്ത് അതിൽ നിന്നുള്ള റെന്റ്സും പ്രോഫിറ്റ്സും വെച്ചിട്ട് വേണം നിങ്ങൾ എൻ്റെ അടുത്ത് മേടിച്ച 1 കോടിയിലേക്ക് അടച്ചടച്ച് പോവാൻ. അപ്പൊ പൊസിഷൻ നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. ഓക്കെ, അതാണ് യൂസഫാക്ടറി അങ്ങനെയും ചെയ്യാം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യമുള്ളൂ, അങ്ങനെയും ചെയ്യാം. അത് ഇൻട്രസ്റ്റിലേക്ക് മാത്രമാണെങ്കിൽ അടപ്പിക്കാം. കാരണം നിങ്ങൾ ആ പ്രോപ്പർട്ടി അയാളെ കയ്യിൽ, നിങ്ങൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കാതിരുന്ന ഇൻട്രസ്റ്റ് പിന്നീട് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? ഇൻട്രസ്റ്റ് കൊടുത്ത് തീർത്ത്, ഇൻട്രസ്റ്റ് ടൈമിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരും. അപ്പൊ അത് നോർമലി ഇങ്ങനെ ചെയ്യാം, ഇൻട്രസ്റ്റിലേക്ക് അടച്ചു പൊക്കോളാൻ പറയും. ആ ഇൻട്രസ്റ്റിലേക്ക് അടച്ചടച്ച് ഇൻട്രസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് ആയി അവസാനം പ്രിൻസിപ്പൽ മാത്രം അതിന്റെ ടൈം എക്സ്പയർ ആകുമ്പോൾ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാം. 3 അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഇത് 3 നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷ് മോർഗേജ്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ മോർഗേജിൽ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. പൊസഷൻ വേണ്ട, പേഴ്സണൽ ബൈൻഡിങ് വരും, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ കോസ് ദ റൈറ്റ് ടു സെയിൽ, അത് 3. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ചില്ല 3 കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഒസ്റ്റെൻസിബിൾ സെയിൽ, അബ്സല്യൂട്ട് സെയിൽ, വോയിഡ്, പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, മൂന്നാമത് നമ്മൾ പഠിച്ചതിൽ പൊസിഷൻ കൊടുക്കുക, എന്നിട്ട് റീറ്റെയിൻ ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുക, റെന്റ് ആൻഡ് പ്രോഫിറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയും 3. ഇനി നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് മോർഗേജ് എന്താ? ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കൂ. ഇത് പേഴ്സണൽ ലയബിലിറ്റി ആണ്. അതായത് നമ്മുടെ ആദ്യത്തെ സിമ്പിൾ മോർഗേജിലുള്ള മാതിരി തന്നെ ബൈൻഡ്സ് ഹിംസെൽഫ് ടു റീപേ ദ മോർഗേജ് മണി ഓൺ എ സർട്ടൺ ഡേറ്റ്. ഓക്കെ, അതായത് ദിസ് ഇസ് കോൾഡ് പേഴ്സണൽ ലയബിലിറ്റി. അപ്പൊ പേഴ്സണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളെ തന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി പോകും. അപ്പൊ കോടതി പറയും നിങ്ങൾ യു ഹാവ് ബൗണ്ട് യുവർ സെൽഫ് ടു പേ ദ മണി, സോ യു ആർ പേഴ്സണലി ലയബിൾ. അപ്പൊ അയാൾക്കെതിരെ ഡിഗ്രി വരും, ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ സോ ദർ ഇസ് എ പേഴ്സണൽ ലയബിലിറ്റി ആൻഡ് ട്രാൻസ്ഫേഴ്സ് ദ മോർഗേജ് പ്രോപ്പർട്ടി അബ്സല്യൂട്ട്ലി ടു ദ മോർഗേജ്. ഇവിടെ മോർഗേജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. അബ്സല്യൂട്ട് ട്രാൻസ്ഫർ കൊടുക്കും, ബട്ട് സബ്ജക്ട് ടു എ പ്രൊവൈസോ that he will retransfer it to the mortgagor upon payment of the mortgage money as agreed. Such a transaction is called English mortgage. Very simple. രണ്ട് കാര്യമുള്ളൂ. പേഴ്സണൽ ലയബിലിറ്റി, അയാളെ തന്നെ ബൈൻഡ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് 1 കോടി രൂപ തരുന്നു, നിങ്ങൾ പറയാണ് ഇതൊരു ഇംഗ്ലീഷ് മോർഗേജ് ആണ്, ഞാനൊരു ഇംഗ്ലീഷ് മോർഗേജ് ആണ്. നിങ്ങൾ പറയുന്നു ഞാൻ പേഴ്സണൽ ലയബിലിറ്റി, ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, ഐ ആം ലയബിൾ ടു പേ യു ദ മണി ഓൺ സോ ആൻഡ് സോ ഡേറ്റ്. ഓക്കെ, ഇനി അത് അല്ല പറയുന്നോ, ആ ഒരു ലയബിലിറ്റിയും അതിന്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങളുടെ ആ പ്രോപ്പർട്ടി അബ്സല്യൂട്ട് ആയിട്ട് നിങ്ങൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇതൊരു അബ്സല്യൂട്ട് സെയിൽ മാതിരിയാണ്. ട്രാൻസ്ഫർ ചെയ്യും, ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ. നമ്മൾ ഡീഡിന്റെ അകത്തൊരു കണ്ടീഷൻ എഴുതും. എപ്പോഴാണോ നിങ്ങൾ എനിക്ക് ആ 1 കോടി രൂപ പ്ലസ് ഇൻട്രസ്റ്റ് തിരിച്ചു തരുന്നത്, അപ്പൊ ഐ ആം ബൗണ്ട് ടു റീട്രാൻസ്ഫർ ഇറ്റ്.
മനസ്സിലായില്ലേ? നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതേമാതിരി തന്നെ നിങ്ങൾ ആ പൈസ എനിക്ക് തിരിച്ചു തന്നു കഴിയുമ്പോൾ മോർഗേജ് മണിയിൽ നിങ്ങൾ പേ ചെയ്ത് കഴിയുമ്പോൾ അപ്പം ഐ ആം ബൗണ്ട് ടു റീട്രാൻസ്ഫർ ഇറ്റ്. അല്ലാതെ ഒരു അബ്സല്യൂട്ട് സെയിൽ എന്ന് പറഞ്ഞാൽ എനിക്കതുകൊണ്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പൊ അവിടെ എനിക്ക് കോടതിയിൽ പോയിട്ട് ഡിഗ്രി മേടിക്കണം. അതാണ് ഈ മോർഗേജിന്റെ ഇതെന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോടതി നിങ്ങൾ ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കോടതി പോകും. കോടതി പോയി രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് പേഴ്സണലി ലയബിൾ ആയതുകൊണ്ട് നിങ്ങളടുത്ത് പൈസ എടുക്കാൻ പറ്റും. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതൊരു അബ്സല്യൂട്ട് ഇതുണ്ടല്ലോ അത് തിരിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് എ പ്രൊവൈസ് സബ്ജക്ട് ടു എ പ്രൊവൈസോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീട്രാൻസ്ഫർ ചെയ്യണം. പൈസ തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു റീട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിൾ ആണത്, ഒന്നുമില്ല. പേഴ്സണൽ ലയബിലിറ്റി പ്ലസ് ട്രാൻസ്ഫർ സബ്ജക്ട് ടു റീട്രാൻസ്ഫർ. ഓക്കെ, അബ്സല്യൂട്ട്ലി ടു ദ മോർഗേജ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ട്രാൻസ്ഫർ സബ്ജക്ട് ടു റീട്രാൻസ്ഫർ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ ലയബിലിറ്റി ബൈൻസ് ഹിംസെൽഫ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി ലാസ്റ്റ് അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് മുഴുവൻ യൂസ് ഫാക്ടറി മോർഗേജ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് നടക്കുന്നത്. ഇതെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സിമ്പിൾ മോർഗേജും നടക്കുന്നുണ്ട്. ഈസി. ഈ സിമ്പിൾ മോർഗേജും ഇംഗ്ലീഷ് മോർഗേജും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. രണ്ട് സ്ഥലത്തും പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട്, രണ്ട് സ്ഥലത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. ബാങ്കിൽ നടക്കുന്നത് അടുത്തതാണ് വരാൻ പോകുന്നത്. അടുത്ത നോക്കൂ, മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്. അതായത് നിങ്ങളുടെ ടൈറ്റിൽ ഡീഡ് തന്നെ നിങ്ങൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് അതാണ് ദിസ് ഇസ് മൈ ടൈറ്റിൽ. എനിക്ക് ഈ പ്രോപ്പർട്ടിക്ക് എനിക്ക് ടൈറ്റിൽ ഉണ്ട്. ഈ ടൈറ്റിലിന്റെ ഡോക്യുമെന്റ്സ് ഓക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം. ആ ടൈറ്റിലിന്റെ ഡീഡ് നിങ്ങൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതാണ്. പക്ഷെ ഇത് വായിച്ചു, ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ എവിടെയാണോ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ഈ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് നടക്കുന്നത് കൽക്കട്ട, മദ്രാസ് ആൻഡ് ബോംബെ ടൗണിലായിരിക്കണം. അല്ലെങ്കിൽ എനി ടൗൺ വിച്ച് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കൺസേൺഡ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് സ്പെസിഫൈ ഇൻ ദ സിഫ. ഒന്നുകിൽ കൽക്കട്ട, അല്ലെങ്കിൽ ബോംബെ, അല്ലെങ്കിൽ മദ്രാസ്, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലെയും ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ഗസറ്റിലെ ഒരു നോട്ടിഫിക്കേഷൻ വഴി ഏതൊക്കെ ടൗൺ ആണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയത് കംപ്ലീറ്റ് ശരിയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം ഈ 3 സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് മാറ്റിയിട്ടുണ്ടോ എനിക്ക് ഉറപ്പില്ല. ബട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏത് സമയം വേണമെങ്കിലും ഒരു ഒഫീഷ്യൽ ഗസറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വഴി തീരുമാനിക്കാം ഏതൊക്കെ ടൗണിലാണ് ഈ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിന്റെ അർത്ഥം പ്രോപ്പർട്ടി ആലപ്പുഴയാവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി പാലക്കാടാവാം, അല്ലെങ്കിൽ കൊല്ലത്താവാം, എവിടെ വേണമെങ്കിലും ആവാം. പ്രോപ്പർട്ടി എവിടെ വേണമെങ്കിലും ആവാം. പക്ഷെ ഈ ഡീഡ് ഒപ്പിടുന്നുണ്ടല്ലോ, എക്സിക്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ ഈ ചില സ്ഥലങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക. പിന്നെ അവിടെ എന്താ ചെയ്യുന്നത്? വേറെ പേഴ്സൺ ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ടൗൺസ്, ഈ പറഞ്ഞതെല്ലാ കണ്ടീഷനും പറഞ്ഞതിന് ശേഷം ഡെലിവേഴ്സ് ടു ദ ക്രെഡിറ്റർ. ഇവിടെ ക്രെഡിറ്റർ ആരാണ്? ഞാനാണ്. നിങ്ങൾ എനിക്ക് ഡെലിവർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ ഏജന്റ് എന്ത് ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളുടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ ടൈറ്റിൽ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ആ ഡോക്യുമെന്റ് ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ എന്റെ ഏജന്റിന് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വെച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ കൽക്കട്ട, മദ്രാസ്, ബോംബെയിൽ വെച്ച് നിങ്ങൾ എനിക്ക് ഡെലിവർ ചെയ്യും. ഒന്നുകിൽ എനിക്ക് അല്ലെങ്കിൽ എന്റെ ഏജന്റിന്. എന്തിനാണ് ഇതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. there should be an intention specified in the mortgage deed to create a security thereon. ആ ട്രാൻസാക്ഷൻ ആണ് മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മോർഗേജ് ഡീഡിൽ എഴുതും, ഞാൻ ഇത് ഇങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടിയാണ് നിങ്ങൾ എനിക്ക് ഈ അതായത് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈറ്റിൽ ഡീഡ്സ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മേടിച്ച പൈസയുടെ സെക്യൂരിറ്റി ആയിട്ടാണ്, അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടിയാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എവിടെയെങ്കിലും കാണിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വെരി സിമ്പിൾ. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഡോക്യുമെന്റ്സ് കൈമാറുക വിത്ത് ആൻ ഇന്റൻഷൻ. രണ്ട് കാര്യം ഓർത്താൽ മതി. ഡെലിവർ ദ ഡോക്യുമെന്റ് പ്ലസ് ഇന്റന്റ് ടു ക്രിയേറ്റ് എ സെക്യൂരിറ്റി. ഇംഗ്ലീഷ് മോർഗേജിൽ രണ്ട് കാര്യമേ ഉള്ളൂ. അബ്സല്യൂട്ട് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു വിത്ത് സബ്ജക്ട് പ്രൊവൈഡ് ടു റീട്രാൻസ്ഫർ, അല്ലെങ്കിൽ പേഴ്സണൽ ലയബിലിറ്റി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് ഡെലിവർ ചെയ്യുന്നു വിത്ത് ആൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് സെക്യൂരിറ്റി. ഓക്കെ, അത് ഈ പെർട്ടിക്കുലർ ടൗൺസിലും ഈ ഏരിയാസിലും മാത്രമേ പറ്റുള്ളൂ.
ലാസ്റ്റ് വൺ ദ സിംപ്ലസ്റ്റ് വൺ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കുറെ സംഭവങ്ങൾ പഠിച്ചല്ലോ, 5 മുകളിൽ പറഞ്ഞല്ലോ. സിമ്പിൾ മോർഗേജ്, മോർഗേജ് ബൈ കണ്ടീഷണൽ സെയിൽ CSM, പിന്നെ യൂസ് ഫാക്ടറി മോർഗേജ് UM, പിന്നെ ഇംഗ്ലീഷ് മോർഗേജ്, പിന്നെ മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ ഡീഡ്സ്. ഇങ്ങനെ 5 പറഞ്ഞല്ലോ. ഇതൊന്നുമല്ലാത്ത ഏതെങ്കിലും ഒരു മോർഗേജ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ അനോമലസ് മോർഗേജ്. അനോമലസ്. അത് എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പൊ യൂസ് ഫാക്ടറി മോർഗേജിൽ പൊസിഷൻ കൊടുക്കാം, മനസ്സിലായില്ലേ? മറ്റേ ഇതിന്റെ അകത്ത് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ട് സിമ്പിൾ മോർഗേജിൽ. ഇപ്പൊ നമുക്കൊരു പുതിയൊരു മോർഗേജ് ഉണ്ടാക്കണം, അതായത് പൊസഷനും ഹാൻഡ് ഓവർ ചെയ്യണം, പേഴ്സണൽ ലയബിലിറ്റിയും വേണം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു മിക്സ്ചർ വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ മിക്സ്ചർ വന്നു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞ 5 വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അനോമലസ് മോർഗേജ്. ഓക്കെ, പിന്നെ ഞാൻ ഈ എക്വിറ്റബിൾ മോർഗേജ് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എക്വിറ്റബിൾ മോർഗേജ്, മോർഗേജ് ബൈ ഡെപ്പോസിറ്റ് ഓഫ് ടൈറ്റിൽ. അപ്പൊ നാളെ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്രയും എഴുതുക. ഓക്കെ, ഇത് നാളെ വരും മോർഗേജ്. അപ്പൊ ഇത്രയും ഇനിയിപ്പോ എന്താ ചെയ്യണ്ട? ഇനി നോക്കണം എന്നുണ്ടെങ്കിൽ വേറെ എന്താ ഡോക്ടറിൻസ് ആണ്. ഇത് മതി, അതാണ് ഇത് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കും. ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നാളെ കോളേജിൽ നിന്ന് പറഞ്ഞുതരാം. അത് നമുക്ക് പിന്നെ നോക്കാം. അത് എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, അത് എക്സാം ആവട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. തൽക്കാലത്ത് നിങ്ങൾ ഇത് നോക്കിക്കോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്.